റിയ മോളെ, ദാ അങ്കിൾ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്താ ആദ്യക്കുട്ടിന് ഐസ്ക്രീം എന്ന് പറഞ്ഞ ഇഷ്ടമാണോ? ഇതാ നിനക്കും ഐസ്ക്രീം ഉണ്ട്. അത് കുഴപ്പമില്ല മൂസേ, അത് അങ്കിൾ അച്ഛനമ്മനെ കൊണ്ട് പറഞ്ഞോളാം. പിന്നെ ഇപ്പൊ നല്ല വെയിലല്ലേ, അതുകൊണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ വല്ലപ്പോഴും കഴിക്കണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുമല്ലാതെ അങ്കിൾ ആദ്യക്കുട്ടനെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലെ ഐസ്ക്രീമിനേക്കാളും ചോക്ലേറ്റ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് അവന് ജലദോഷമൊന്നും പിടിക്കില്ല. ഇന്നടാ പൂസേ, ഇത് നീ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, നിനക്ക് ജലദോഷമൊന്നും പിടിക്കില്ല. ധീരന് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവർക്കും കൂടെ ഐസ്ക്രീം മേടിച്ചു. ഇതാ റിയ കുട്ടി, ഐസ്ക്രീം കഴിക്കി. റിയ കുട്ടി, അച്ഛൻ ചീത്ത പറയില്ല. അതല്ലേ അങ്കിൾ അച്ഛനെ കൊണ്ട് പറയാന്ന് പറഞ്ഞില്ലേ. അങ്കിളെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ച അച്ഛൻ ചീത്ത പറയില്ല. അങ്കിൾ പറഞ്ഞോളാം. ഇതാ നീ ഈ ഐസ്ക്രീം കഴിച്ചോ. ഇവിടെ ധീര, നിനക്കും ഐസ്ക്രീം ഉണ്ടടാ. അച്ഛൻ എല്ലാവർക്കും കൂടിയിട്ടാണ് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നത്. നിനക്ക്, മാളുവിന്, റിയ കുട്ടിക്ക്, ആദ്യക്കുട്ടിന് പറഞ്ഞ് 4 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നിനക്കും മാളുകുട്ടിക്കുള്ള ഐസ്ക്രീം അച്ഛന്റെ കയ്യിലില്ലേ? ഇതാ രണ്ടുപേരും കഴിക്കി. എടാ ധീര, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? റിയ കുട്ടിയും ആദ്യക്കുട്ടിയും നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ. മാളുവിനെ പോലെ ഇവരും നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ധീര, അങ്ങനെ പറയാൻ പറ്റില്ല. മാളുകുട്ടിനെ പോലെ തന്നെ റിയ കുട്ടിയും ആദ്യക്കുട്ടനും. നീ എങ്ങനെ മാളുകുട്ടിന്റെ കൂടെ കളിക്കണോ അതുപോലെ തന്നെ റിയ കുട്ടിന്റെ കൂടെയും ആദ്യക്കുട്ടിന്റെ കൂടെയും കളിക്കണം. പിന്നെ റിയ കുട്ടിയും ആദ്യക്കുട്ടിനും നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ, നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അല്ലേ. ഇങ്ങനെ അവർക്ക് ഐസ്ക്രീം കൊടുക്കണ്ടെന്നൊന്നും നീ പറയാൻ പറ്റില്ല. അച്ഛൻ നിനക്ക് വാങ്ങിച്ചു തരുന്ന ഐസ്ക്രീം, ചോക്ലേറ്റ്, സ്നാക്സ് എല്ലാം നീ റിയ കുട്ടിക്കും ആദ്യക്കുട്ടിനും കൂടെ കൊടുക്കണം. 4 പേരും ഒരുമിച്ച് കളിക്കി. അല്ലാതെ ഇങ്ങനെ അവർക്ക് കൊടുക്കണ്ടെന്നൊന്നും പറഞ്ഞ് അവരുടെ ഒപ്പം പിണങ്ങാൻ പറ്റില്ല ധീര. ഇനി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. 4 പേരും കൂടെ ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ച് ഒരുമിച്ച് കളിക്കി. എനിക്കൊരു അടിപൊളി ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. എന്താ ഐഡിയ? വേഗം പറയും മാളു. എനിക്ക് റിയാനെ കണ്ടാൽ തന്നെ ഇഷ്ടമല്ല. എങ്ങനെങ്കിലും വേഗം ഇവളെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിനുള്ള ഐഡിയാണ് ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പൊ അവളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലേ, ആ ഐസ്ക്രീം നീ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലേ അപ്പൊ അവള് കരയും. എന്നിട്ട് നമുക്ക് അവൾക്ക് ഐസ്ക്രീം കൊടുക്കണ്ട. എന്നിട്ട് അവൾ ഐസ്ക്രീം വേണമെന്ന് കരയും. അപ്പോഴും നമ്മ ഐസ്ക്രീം കൊടുക്കണ്ട. പിന്നെ ഇല്ലേ, അവള് കരഞ്ഞിട്ട് പോയി അവളുടെ അച്ഛനടുത്ത് ഈ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് കരയും. ഇങ്ങനെ നമ്മ അവളെ കരയിപ്പിച്ചിട്ടേ ഇരുന്നാ പിന്നെ അവള് ഈ വീട്ടിൽ ഇരിക്കൂല. അവൾ അച്ഛനമ്മനെ കൊണ്ട് പറഞ്ഞേ അവൾ അവളുടെ വീട്ടിൽ പോവും. ഇപ്പൊ നീ എന്താ പറയുന്നത്? അവളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ച് അവളെ കരയിപ്പിച്ചാ അവള് അവളുടെ വീട്ടിൽ പോവോ? അതേടാ ധീര, അവളെ ഇങ്ങനെ ഓരോ വിഷയത്തിനും കരയിപ്പിച്ചിട്ടേ ഇരുന്നാ പിന്നെ അവൾ ഇവിടെ ഇരിക്കില്ല. അവളുടെ അച്ഛനെ കൊണ്ട് പറഞ്ഞേ എനിക്ക് ഈ വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ല എന്നും പറഞ്ഞ് അവളുടെ വീട്ടിൽ പോവും. എന്നാ നിക്ക്, അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാം. വാങ്ങിക്ക്. നീ അവളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചതും നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഐസ്ക്രീം വാങ്ങിക്കും. എന്നിട്ട് എനിക്ക് 2 ഐസ്ക്രീം കിട്ടും. അപ്പൊ മാളുകുട്ടിക്ക് മാത്രം 2 ഐസ്ക്രീം. ജോളി ജോളി ജോളി. ഞാനാണ് എന്റെ അച്ഛനെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത്. ഈ ഐസ്ക്രീം എനിക്കും മാളുകുട്ടിക്കും ഉള്ളതാ. നിന്റെ കയ്യിലുള്ള ഐസ്ക്രീമേ മര്യാദയ്ക്ക് ഇങ്ങോട്ട് താ. അതിന് അങ്കിൾ നിനക്കും മാളുനും ഐസ്ക്രീം തന്നിട്ടുണ്ടല്ലോ. ഇത് അങ്കിളെ എനിക്കും ആദ്യക്കുട്ടനും തന്ന ഐസ്ക്രീം അല്ലേ. നിനക്ക് ഐസ്ക്രീം വേണമെങ്കിലേ നിന്റെ അച്ഛനെ കൊണ്ട് പറഞ്ഞ് വാങ്ങിക്ക്. എന്റെ അച്ഛൻ വാങ്ങിച്ചു തന്ന ഐസ്ക്രീം ഒന്നും ഞാൻ നിങ്ങൾക്ക് തരില്ല. മര്യാദക്കായ ഐസ്ക്രീമേ എന്റെ കയ്യിൽ താ. ഞാൻ തരില്ല, ഈ അങ്കിൾ എനിക്ക് തന്ന ഐസ്ക്രീം. എടാ ധീര, ഇങ്ങനെയൊന്നും പറഞ്ഞ അവൾ ഐസ്ക്രീം തരില്ല. അവളുടെ കയ്യിൽ നിന്ന് ആ ഐസ്ക്രീം പിടിഞ്ഞ് എന്നാലേ അവള് തരുള്ളൂ.
എടാ അമ്മൂസേ, എന്താണ് അമ്മൂസേ, എന്തിനാ കരയണ്? ഇതെന്താ ഐസ്ക്രീം താഴെ ഇട്ടിരിക്കണ്? എന്താടാ അമ്മൂസേ, ശക്തി അങ്കിൾ നിങ്ങൾക്കൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു തന്നോന്ന് പറഞ്ഞോ? എന്താ ഐസ്ക്രീം താഴെ വീണോ? അതുകൊണ്ടാണോ കരയുന്നത്? ശരി, അത് പോയാ പോട്ടെ, വിടടാ. അച്ഛൻ നിനക്ക് വേറെ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എന്താ അമ്മൂസ അറിയാതെ ഐസ്ക്രീം താഴെ ഇട്ടോ? എന്ത്? ധീരൻ നിന്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം പിടിച്ച് വലിച്ച് താഴെയിട്ടോ? അവൻ എന്തിനാ നിന്റെ കയ്യിലുള്ള ഐസ്ക്രീം വാങ്ങിച്ചത്? ശക്തി അങ്കിൾ അവനും കൂടിയല്ലേ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത്? അയ്യോ ശരി, പോട്ടെടാ അമ്മൂസേ, കരയണ്ട. ധീരൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ശരി, കുഴപ്പമില്ല. അവനും ചെറിയ ചെക്കനല്ലേ, അവനെ അറിയാതെ ചെയ്തിട്ടുണ്ടാവും. അയ്യോ ശരി, വിടടാ അമ്മൂസേ, അത് അവൻ അറിയാതെ പറഞ്ഞിട്ടുണ്ടാവും. അവൻ അങ്ങനെ പറഞ്ഞത് തെറ്റാണ്. അതേപോലെ അമ്മൂസിന്റെ ഐസ്ക്രീം അവൻ പിടിച്ചു വലിച്ച് താഴെയിട്ടതും തെറ്റാണ്. അത് ധീരനെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇനി ധീരൻ നിന്നെ കൊണ്ട് പിണങ്ങില്ല, ഇതുപോലെയൊന്നും ചെയ്യില്ല. നീ ആദ്യം കരയാതെ, കരച്ചിൽ നിർത്ത്. ഇപ്പൊ നിനക്ക് എന്താ ഐസ്ക്രീം അല്ലേ വേണ്ടത്? അച്ഛൻ നിനക്ക് വേറെ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എടാ അമ്മൂസേ, അതല്ലേ അച്ഛൻ നിനക്ക് വേറെ ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത്. എന്റെ അമ്മൂസ് കരയണ്ടടാ, നീ അച്ഛന്റെ കൂടെ വാ, നമുക്ക് പുറത്തു പോയി വേറെ ഐസ്ക്രീം വാങ്ങിക്കാം. എടാ ആദി, എന്താ നിനക്ക് ഐസ്ക്രീം വേണോ? എടാ ആദി, അതിന് നിന്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടല്ലോ. ചേച്ചിയുടെ ഐസ്ക്രീം താഴെ പോയി, അതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് വേറെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. നിന്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടല്ലോ, നീ അത് കഴിച്ചാ മതി. നിനക്കും വേണോ? ശരി ശരി, നീയും ഇനിയിപ്പോ കരയാൻ നിൽക്കണ്ട. രണ്ടുപേരും വരി, നമുക്ക് പുറത്ത് പോയിട്ട് വേറെ ഐസ്ക്രീം വാങ്ങിക്കാം. എടാ അമ്മൂസേ, അതല്ലേ അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ നീ കരയുന്നത്? കണ്ണു തുടക്കി വാ, നമുക്ക് 3 പേർക്കും കൂടെ പുറത്ത് പോയി ഐസ്ക്രീം കഴിക്കാം.